ഒരു പ്രവാസി ഭാര്യ എന്ന നിലയിൽ വളരെയധികം വിഷമം തോന്നിയിട്ടുള്ള ഒരു നിമിഷമായിരുന്നു കേട്ടോ ഇത്. 2 മാസത്തെ വെക്കേഷന് ശേഷം വിബിയേട്ടൻ സൗദിയിലേക്ക് തിരിച്ചു പോവാണേ. നമ്മളെല്ലാവരും എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പൊതുവേ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാറില്ല കേട്ടോ, കാരണം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കൂട്ടിയിട്ട് വരുന്ന പോലെ അല്ലല്ലോ നമ്മൾ കൊണ്ടുവിടാൻ പോകുന്നത് പറഞ്ഞാൽ. പിന്നെ വിബിയേട്ടൻ കൂടുതൽ നിർബന്ധിച്ചോട് മാത്രം ഇറങ്ങിയതാണ് കേട്ടോ. മക്കൾക്കും പിന്നെ വിഷമം ഉണ്ടാകുന്ന കരുതിയേ. ഓബിയമ്മക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്, പക്ഷെ വിയോമിന് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. ആരും രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ടായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും അല്ലായിരുന്നു. പിന്നെ മക്കൾക്ക് മാത്രം കഴിക്കാൻ വാങ്ങിയിട്ടാണ്. നമ്മൾ ഒരു ഗ്ലാസ് ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. എയർപോർട്ടിന്റെ അടുത്തേക്ക് എത്താനാവും തോറും എന്റെ ചങ്കിടിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ കൂടുതലൊന്നും പുറത്ത് കാണിക്കാത്ത ഒരാളായതുകൊണ്ട് അതിങ്ങനെ എല്ലാം ഉള്ളിലൊതുക്കി നിൽക്കുകയാണ്. ആരൊക്കെ നാട്ടിലുണ്ട്, ആരൊക്കെ കൂടി ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരാളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതിനിടയ്ക്ക് നമ്മളെ ഹാപ്പി ആക്കാനും നമ്മളെ മൂഡൊക്കെ മാറ്റാൻ വേണ്ടി ഉപേടിന് ഒരുപാട് തമാശകളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പോകാനുള്ള ടൈമുമായി. വിയോമിന്റെ വിചാരം വിയോമിനെ കൂടെ കൂട്ടുന്നുണ്ടെന്ന് കേട്ടോ. അതുകൊണ്ട് അവൻ എന്നെ കൊണ്ട് ചെരുപ്പൊക്കെ ഇടിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിബേന് പോകാനുള്ള ടൈം ആയിട്ടാ. ബൈബറിന് പോയ സമയത്ത് വിയോ ഭയങ്കര കരച്ചിൽ ബഹളമൊക്കെ ആയിരുന്നേ. അങ്ങനെ ലാസ്റ്റ് ശ്രീനാടിന് എന്തൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് അവനെ ഓക്കെ ആയത്. വീണ്ടും ഫ്ലൈറ്റ് എടുക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ആയിട്ടാ നമ്മൾ അവിടുന്ന് തിരിച്ചു. എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ പോയത് ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ, മാമാനിക്കുന്ന് അമ്പലത്തിലേക്ക്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വഴി മാറിപ്പോയതായിരുന്നു കേട്ടോ. പക്ഷെ അതൊരു ഭാഗ്യമായിട്ടാണ് ഇപ്പൊ കരുതുന്നത്. നല്ല രീതിയിലൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റി, മനസ്സൊക്കെ ഒന്ന് കൂളായി. അപ്പൊ നമ്മൾ അവിടുത്തെ പ്രസാദമൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇനിയിപ്പോ വിബേന്റെ അടുത്ത ലീവ് വരേക്കും കാത്തിരിക്കാന്ന് കേട്ടോ. ബൈ ബൈ.